ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എൻ്റെ ഏതൊരു വീഡിയോയുടെ തുടക്കത്തിലും ഞാൻ പറയുന്ന സ്ഥിരമൊരു ഡയലോഗുണ്ട്. ഇത് കുറച്ച് നേരത്തെ എടുത്തിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. ആ ഡയലോഗ് ഞാൻ ഇതിലും മാറ്റി പിടിക്കുന്നതേ ഇല്ല. ഏകദേശം ഒരു മാസത്തിൽ മുകളിലായി ഈ വീഡിയോ എടുത്തിട്ടിട്ട്. സ്വാഭാവികം, മടി തന്നെ കാരണം. മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നെന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്തിടാമെന്ന് കരുതി. എല്ലാ പ്രാവശ്യവും ഞാൻ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയാണ് ഐശുവിനെ പിക്ക് ചെയ്യാറ്. ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ട്രെയിൻ കയറി ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏകദേശം ഒരു 8 മണിയോട് കൂടിയാണ് ഞാൻ ട്രെയിൻ കയറിയത്. ഒരു 10 മണിക്കുള്ളിലായിട്ട് ഞാൻ ട്രിവാൻഡ്രം എത്തി. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഒരു തിരക്കാണ് ഈ കാണുന്നത്. ഓട്ടോ വിളിക്കാനായിട്ട് ഉള്ള ക്യൂ ആയിരുന്നു ആ കണ്ടത്. 2-3 സെക്ഷനായിട്ട് നിന്നാണ് കേട്ടോ ഓട്ടോയിൽ കയറിയത്. ഒന്ന് പാസ് എടുക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത് ഓട്ടോ വരുന്നത് കാത്ത് നിന്നിട്ട്, അതൊക്കെ കഴിഞ്ഞതാണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി എയർപോർട്ടിൻ്റെ വാതിക്കയിൽ എത്തിയിട്ടുണ്ട്. എന്നെക്കാട്ടിയും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഈസാക്കായിരുന്നു കേട്ടോ. ഈസായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമ്മളിന്ന് ഡാഡായി വിളിക്കാൻ പോവാണ് എന്ന്. എപ്പോഴും കരുതുന്നത് പോലെ അവൻ ഇത്തവണയും കരുതിയത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണെന്നാണ്. എന്നാൽ ട്രെയിൻ കയറിയപ്പോഴോ പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി. ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതായിരുന്നു ഇറങ്ങിയത്. അങ്ങനെ എയർപോർട്ടിൽ വന്നിരുന്ന് അവിടെ നിന്ന് ഒരു ബിഗ് സൈസ് സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു 12:45 കൂടിയായിരുന്നു ഐശുവിൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. 10 മണിയായപ്പോൾ എയർപോർട്ടിലെത്തിയ ഞങ്ങൾ അവിടെ കാത്തിരുന്നും നിന്നും നടന്നും ഒക്കെ മുഷിഞ്ഞു കേട്ടോ. അവസാനം ആയപ്പോഴത്തേക്കും ഈസാക്ക് ദേഷ്യമായി തുടങ്ങി. കുറേ നേരം കൊണ്ട് കാത്തു നിന്ന് ഡാഡ വന്നില്ല, ഡാഡായി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരുന്നു. ബഹളം തുടങ്ങുമ്പോഴേക്കും ഞാൻ ചുമ്മാ അവിടെ എല്ലാം കൊണ്ട് നടന്ന് കറക്കും. പിന്നെയും പുള്ളിക്കാരൻ തിരിച്ചവിടെ വന്ന് നോക്കും. അങ്ങനെ ഡാഡാടെ ചെറിയൊരു നിഴല് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഓടി അടുത്തേക്ക് ചെന്ന് കേട്ടോ. ഇത്തവണ ഡാഡായെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. സാധാരണ അങ്ങനെ എപ്പോഴും ചോദിക്കാറില്ല ഡാഡ എപ്പോഴാണ് വരുന്നതെന്ന്. പക്ഷേ ഇത്തവണ പുള്ളിക്കാരൻ എപ്പോഴും ചോദിക്കുമായിരുന്നു. ഡെയിലി ഒരു 2-3 തവണയെങ്കിലും ചോദിക്കുമായിരുന്നു. അറിയാറാവുന്ന പ്രായമല്ലേ. കൂടുതലും വേറൊന്നുമല്ല കേട്ടോ. കൊണ്ടുവരുന്ന പെട്ടി പൊട്ടിക്കാനും അവന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് എടുക്കാനും ടോയ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും അവന് സന്തോഷം. ഓരോ പ്രാവശ്യം വരും തോറും ഓരോ ഐറ്റമാണ് പറഞ്ഞു വിടുന്നത്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും പറയുന്ന ഐറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്വഭാവം മാറും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സിയൊക്കെ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ. അവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ലഗേജൊക്കെ ഒരിടത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ ഈ പുള്ളിക്കാരനെ ആയിരുന്നു ലഗേജ് എടുക്കാനായിട്ട് ഏൽപ്പിച്ചത്. അതൊക്കെ സേഫായിട്ട് പുള്ളിക്കാരൻ നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ ഇരുന്ന് തന്നെ രാവിലെ മുതലുള്ള വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈസ ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ വീട്ടിലെത്തി.